സർഗം കിച്ചണിൽ ഹോം മെയ്ഡ് മഞ്ഞൾപ്പൊടിയാണ് തയ്യാറാക്കുന്നത്. വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് മഞ്ഞൾപ്പൊടി തയ്യാറാക്കാം എന്നതാണ് ഇന്ന് കാണിക്കുന്നത്. വീട്ടിലുള്ള മഞ്ഞൾ പറിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് പുഴുങ്ങി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് മഞ്ഞൾപ്പൊടി തയ്യാറാക്കുന്നത്. ഇത് മഞ്ഞളുടെ ചെടിയാണ്. നമ്മൾ മഞ്ഞളൊക്കെ അതിൻ്റെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് ഇത് നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ തന്നെ ഇത് ഇനി മഞ്ഞളുണ്ടാവും. ഇഞ്ചിയുടെ മുള പോലെ ചെറിയ മുളകൾ കാണുന്നുണ്ട്, അതും നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ നമുക്ക് പുതിയ ചെടി വന്ന് അടുത്ത കൊല്ലത്തേക്ക് ഇതുപോലെ മഞ്ഞളും നമുക്ക് കിട്ടും. എല്ലാ മഞ്ഞളും നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാം. ആദ്യകാലത്തൊക്കെ ഇത് നെല്ല് പുഴുങ്ങുമ്പോഴാണ് വേവിക്കേണ്ടത്. ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയിലാണ് വേവിക്കണം. ഒരു ഇഡ്ഡലി കുക്കർ വെച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് അതിൻ്റെ ലിഡ് വെച്ച് നമുക്ക് മഞ്ഞൾ ഇതിലേക്ക് ഇടാം. ഈ മഞ്ഞളുടെ നിറം നല്ല പ്യുവർ മഞ്ഞളായ കാരണം, ഹോം മെയ്ഡ് മഞ്ഞളായ കാരണം നല്ല മഞ്ഞളായിരിക്കും. വീട്ടുമുറ്റത്ത് തന്നെ 2 കടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തയ്യാറാക്കാം. വലിയ ശ്രദ്ധയൊന്നും വേണ്ട, നല്ലോണം ഉണ്ടാവും ചെയ്യും മഞ്ഞൾ. ആവിയിലൊരു 10-15 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലോണം വെയിലത്തിട്ട് 2 ദിവസം ഉണക്കി നമുക്ക് പൊടിച്ച് വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ച് ഉപയോഗിക്കാം. ആവിയിലൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വെന്തുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരെണ്ണെടുത്തൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ അരിഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതെടുക്കാം. വെള്ളത്തിനൊക്കെ മഞ്ഞ നിറമായിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. വെയിൽ കൊള്ളിച്ച് ഉണക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മഞ്ഞൾ തയ്യാറാവും. പറിച്ച് വെച്ച് പുഴുങ്ങി വെയിലത്ത് വെച്ച് ഉണക്കിയത് 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട്. നല്ലോണം ഉണങ്ങിയിട്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അടച്ച് ചെറിയ ജാറിൽ വെച്ച് നല്ലോണം പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ കരടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. നല്ല മഞ്ഞളിൻ്റെ മണം ഉണ്ട്. അതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കരടൊക്കെ മാറിക്കിട്ടുള്ളൂ. ഈ തരി കളയേണ്ട നമുക്ക് ഒന്നും കൂടി ഒന്ന് വെയിലത്ത് വെച്ച് പൊടിച്ചെടുക്കാം കുറച്ചൊക്കെ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് മഞ്ഞൾ തയ്യാറായിട്ടുണ്ട്. മായമൊന്നും ചേർക്കാത്ത മഞ്ഞൾപ്പൊടിയാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.